ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം നാട്ടിലാണല്ലോ നമ്മളിപ്പോൾ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കും. അപ്പം അശ്വതി ഉത്സവം ആയതുകൊണ്ട് തന്നെ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യും. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലും ക്ലീനൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഇന്ന്. അപ്പോൾ ഓരോ ദിവസം ഓരോ ഇതായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സുകൾ ഓരോ വീഡിയോയിലും ഓരോന്നായിട്ട് കാണും. ഞാനിത് ഇപ്പോൾ 2 ദിവസത്തെ ക്ലിപ്പിങ്സ് ഒരുമിച്ച് ചേർത്തായിരിക്കും ഈ വീഡിയോ ഇടുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പം അതിൻ്റെ വ്യത്യാസം കാണും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. മുട്ട, മുരിങ്ങ, സവാള, രാവിലെ കുക്കിങ്ങാണ്. അപ്പം കസിൻ്റെ മക്കളെ ഉണ്ട്, എന്നെ കണ്ടില്ല. അവർ കിടന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് അവരെ കണ്ടിട്ട് വരാം. ഇവിടെ വേണം അർക്കിൽ എടി പോടി. സ്നേഹം. നമുക്ക് അവരെ കണ്ടിട്ട് വരാം. ആരാ അവിടെ? ചങ്കി ചക്കരേ, ആരാത്? ലീലമ്മ എന്തേ? ലിയമ്മയുടെ മോളാ നിന്റെ അപ്പച്ചി. ഏതാണ്ടൊക്കെ കേക്കാൻ വയ്യ. മാമ വരുന്നോ? മാമ ഷീറ്റ് എടുത്തെന്നൊക്കെ. ലിയമ്മ ഉണ്ട് ഡ്യൂട്ടി. ചമ്മന്തി ചൂടായോ? അമ്മക്കാണോ മുട്ട? വേണ്ട, കഴിക്കണ്ട മുട്ട ഒന്നും കേട്ടോ. ഇന്നലെയും കഴിച്ചു ഞാനും കഴിച്ചടുപ്പിച്ച് കഴിക്കണം. മുട്ടക്കൊന്നും വെച്ചത് ആരാ പറഞ്ഞ? ഞങ്ങള് എന്താ അത് അറിയാൻ പറ്റത്തില്ല. ഒന്നിരാടം കഴിക്കും, 3 ദിവസം കഴിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ദോശയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ദോശക്കകത്തേക്ക് മുരിങ്ങയില, മുട്ട, സവാള ഇത്രയും കൂടി ഇട്ട് ദോശ ഉണ്ടാക്കി. പിന്നെ കൂട്ടത്തിൽ 2 ടൈപ്പ് ചമ്മന്തിയായിരുന്നു. അഞ്ചപ്പ എന്ത് ചെയ്യും? അഞ്ചപ്പ എവിടെ പോയി? ഏതാ അഞ്ചപ്പ? അടുത്ത് ചക്കര എന്നോ? അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയമായിട്ട്. ഇപ്പം ഇവിടെ കസിനും കുഞ്ഞും പിന്നെ അങ്ങനെ ഓരോരുത്തരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നേ.
വേഗം തിരിച്ച് അവിടെ എത്തി, റൂമിലെത്തിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം കുളമായിട്ട് കിടക്കുക. അപ്പം അശ്വതി വരികയല്ലേ, അപ്പം അശ്വതി വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് വൃത്തിയാക്കാറുണ്ട്. സാധാരണ നോർമൽ വൃത്തിയാക്കലൊക്കെ ഉള്ളൂ. ഈ വേട്ട ഞാൻ വിചാരിച്ചു അശ്വതി 31, അപ്പം അതിന് മുമ്പ് ഓരോ റൂമും അടുക്കളയും ഒക്കെ ആയിട്ട് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അല്ലാതെ ഓരോരുത്തടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെയൊക്കെ സ്വഭാവം തന്നെ ഒന്നും കളയത്തില്ല, എല്ലാം ഇങ്ങനെ നാളെ എപ്പോഴെങ്കിലും അത് ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ ഒരു പേപ്പർ തുണ്ടാണെങ്കിലും അവിടെ ഇങ്ങനെ വെക്കുന്ന സ്വഭാവം. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് വേണ്ടാത്തതെല്ലാം മാറ്റുക, വേണ്ടതൊക്കെ ഒന്ന് അടുക്കിയൊക്കെ വെക്കാമെന്ന്. ഇന്ന് ഞാൻ അമ്മയുടെ ബെഡ്റൂം എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ മാമനും മാമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അമ്മയുടെ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ കൊണ്ടുവന്ന എൻ്റെ സംഭവം എല്ലാം ഇവിടെ എല്ലാം നിരത്തി ഇട്ടിരിക്കുക. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എന്തുവാ ഫുള്ളൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ സംഭവം ഇന്ന് മെയിനായിട്ട്. അപ്പം അങ്ങനെ ഓരോ റൂമും ചെയ്യാനുണ്ട്. എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും നടക്കത്തില്ല. ഇപ്പം നമ്മൾ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു റൂമും ഒരു ചെറിയ ഹോളും ഒക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ ഓരോ 4 റൂമുണ്ട്, 2 അടുക്കളയുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. 2 അടുക്കളയിൽ ഒരു അടുക്കള ഉപയോഗിക്കത്തില്ല, അതാണ് ഗോഡൗൺ പോലെ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്തിലൊക്കെ ഞാനും എൻ്റെ ചേച്ചിയും പഠിച്ച ബുക്ക് വരെ അതിനകത്തിലിരിപ്പുണ്ട്. അപ്പം അതെല്ലാം ഇളക്കി വേണ്ടാത്ത എല്ലാം മാറ്റാം എന്നൊക്കെയാണ് പ്ലാന്. ഒക്കെ ഓരോ ദിവസമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനങ്ങനെ ക്ലീനിങ് ഒന്നും കാണിക്കുന്നില്ല, ഞാൻ കൊണ്ടുവന്ന് എല്ലാം ഇവിടെ നിരത്തി ഇട്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ കട്ടിലെല്ലാം ഇതായി കിടക്കുന്നു. അവിടെ അതൊക്കെ ഉണ്ട്. ഇത് എൻ്റെ പെട്ടി, അതെല്ലാം അങ്ങനെ ഇട്ടിരിക്കുക, അതൊക്കെ മാറ്റി. പിന്നെ ഇവിടുത്തെ അലമാരയൊക്കെ ഇതെല്ലാം നിരത്തി ഇട്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ 2-3 റൂമൊക്കെ ചെയ്തു. ഇപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് എനിക്ക് ഞാൻ ഡ്രസ്സസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ. അത്യാവശ്യം നല്ലതൊക്കെയാണ്, കൂടുതലും കോട്ടൺ ടൈപ്പൊക്കെയാണ് ഓർഡർ ചെയ്തത്. കുറച്ചേറെ ഓർഡർ ചെയ്തു ആക്ച്വലി. ഈ വട്ടം ഭയങ്കര വലിയ ഷോപ്പിംഗ് ആയിപ്പോയി. കുറേയൊക്കെ തിരിച്ചു വായിച്ചു, അത് വേറെ കാര്യം. അത് മെറ്റീരിയലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, പക്ഷേ ഞാൻ കൊടുത്ത സൈസൊക്കെ അവർ തെറ്റിച്ചിട്ട് 42 തന്നെ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു. എനിക്ക് ഇപ്പം സ്മോള്, ചിലപ്പോൾ എക്സ്ട്രാ സ്മോൾ അതൊക്കെ മതി. പക്ഷെ ഞാനെല്ലാം മീഡിയം ചെയ്യുന്നത്, കാരണം നേരത്തെ എനിക്ക് വണ്ണം കുറച്ചുണ്ടായിരുന്ന സമയത്ത് ഞാൻ മീഡിയം ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മീഡിയം ബുക്ക് ചെയ്തു. ചിലതൊക്കെ മീഡിയം അല്ല, XXL ഒക്കെ കയറി വന്നു. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ ചിലത് പിന്നെ റിട്ടേൺ അയച്ചു, ചിലത് എക്സ്ചേഞ്ച് ചെയ്തു. അതൊന്നും വന്നില്ല. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അതിന് ഓൾട്രേഷൻ കൊടുക്കാം, കാരണം അവിടെ പോയിട്ട് നടക്കത്തില്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ സമയം സന്ധ്യയായി കേട്ടോ, 6:30 ഞാൻ ഫ്രഷ് ആയി. ഇനിയും ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു പൊട്ടു മൂടിയൊന്നും ചെയ്തി നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ. അപ്പോൾ വണ്ടിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാനങ്ങനെ മുഖത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും ഞാൻ പ്രത്യേകിച്ച് മുഖത്തൊന്നും ചെയ്യാറില്ല. അപ്പം എന്തുവാ ഫേസിൽ അങ്ങനെ ടാനൊക്കെ കുറവായിരുന്നു അവിടെ ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പെതുക്കെ ടാനൊക്കെ അടിച്ചു തുടങ്ങിയപ്പം ഞാൻ എപ്പോഴോ കണ്ട ഒരു വൈറലായിട്ടുള്ള ഒരു മാസ്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് അത് ട്രൈ ചെയ്യാം. പിന്നെ അമ്മയുടെ ഫേസിലൊക്കെ നല്ല ടാനുണ്ട്, അമ്മയൊന്നും പക്ഷെ ഉപയോഗിക്കത്തില്ല. എന്തായാലും അമ്മയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ വന്നിട്ടൊക്കെ കുളിച്ചു. എനിക്ക് കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യുന്നതാണ് താല്പര്യം. പക്ഷേ എനിക്ക് ഇനി ഒരിടത്തോട്ട് പോകുമ്പോൾ കുളിക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട്, കാരണം ഞാൻ മേലെല്ലാം വേർതിരിക്കുമായിരുന്നു, ഇവിടെ എല്ലാം ഡീപ്പ് ക്ലീൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും വൈകിട്ട് രാത്രിയിൽ ഫേസിൽ ആ സംഭവമൊക്കെ തേക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ എന്തായാലും കൊടുത്തിട്ട് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം, അതൊരു വ്ളോഗായിട്ട് വേണമെങ്കിൽ ഇടാം. അത് പക്ഷേ ചിലത് ഒന്നെങ്കിൽ ഷോർട്ടായിട്ട് ഓരോ ഡ്രസ്സിൻ്റെ തന്നെ ഇടാം, കാരണം എല്ലാം പല ടൈപ്പ്. ഇപ്പോൾ എനിക്ക് വെസ്റ്റേൺ വെയർ അല്ലെങ്കിൽ ചുരിദാർ സെറ്റ് അങ്ങനെ പറയാനല്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കാര്യം. അപ്പം ഞാൻ വേണമെങ്കിൽ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടും, താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടും. അപ്പോൾ ഞാൻ ഷോർട്ടിൽ ഓരോ വീഡിയോസായിട്ട് ഓരോ ഡ്രസ്സസിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പം ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളതുണ്ട്, എന്താ വെസ്റ്റേൺ ടൈപ്പ് ഉണ്ട്, പിന്നെ അല്ലാത്തത് ഉണ്ട്, നോർമൽ, അങ്ങനെ പല ടൈപ്പ് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ആക്കുന്നില്ല, ഷോർട്ടായിട്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി കൊടുത്തിട്ട് വരാം. ഒരുപാട് ലേറ്റ് എഡിറ്റ് തുടങ്ങി, അപ്പോൾ നമുക്ക് പോയി കൊടുത്തിട്ട് വരാം. അപ്പം നമ്മളെ ഒരു കാര്യം ഉണ്ടാക്കാൻ പോവാം. അപ്പം ഞാൻ ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്ന നേരത്തെ നമുക്കിപ്പോൾ ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ഞാൻ ഇൻട്രോ ഇങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താണെന്നപ്പോൾ കുറച്ച് ടാനൊക്കെ അടിച്ചു. അപ്പം എന്നോട് എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ മിക്ക വീഡിയോസിൻ്റെ അടിയിലും
ചിലപ്പോൾ നല്ല സൗണ്ട് കാണും കേട്ടോ. അവിടെ സീരിയൽ കാണും, അവിടെ സീരിയൽ ആൾക്കാരല്ല, അപ്പം അതിൻ്റെ സൗണ്ട് കാണും കേട്ടോ. ഞാൻ ഇപ്പം അടുക്കളയിൽ നിൽക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി, അപ്പം ആ ആളെ എപ്പോഴും എന്നോട് ചോദിക്കും സ്കിൻ ഗ്ലോ ആവാനുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ. എൻ്റെ സ്കിൻ നേരിട്ടുള്ളവർ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ സ്കിന്നിൽ അത്ര ഗ്ലോയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് പ്രോഡക്റ്റ് ഒന്നും പറഞ്ഞു തരത്തുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അതെൻ്റെ ഫേസിൽ അധികം ടാനൊന്നും ഇല്ല ഇപ്പം, അതുകൊണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ടാനൊക്കെ അടിച്ചു. അപ്പം ഞാൻ വെച്ചു അപ്പം എനിക്കൊരു ഓർമ്മ വന്നു, ഒരു വൈറൽ ഒരു പാക്ക് നമ്മുടെ എനിക്ക് പേര് കറക്റ്റ്, ഇങ്ങനെ ഓറഞ്ച് കളറിലൊരു ടൈപ്പ് ഡാലുണ്ട്. ഡാലോ ഇങ്ങനെ നമ്മുടെ ഇതുപോലെ ഇരിക്കുന്ന എന്തെന്ന് പറയുന്നത് പരിപ്പ്, തൊമരപ്പരിപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഓറഞ്ച് കളർ ഡാലിട്ട്. അപ്പം അത് വെച്ചിട്ട് ഒരു പാക്ക് ഞാൻ കണ്ടു. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്ത് കിട്ടും. അപ്പം ഞാൻ ഇന്നലെ ഇത് ഉണ്ടാക്കാൻ പോയതാണ്, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം ഇത് നമുക്ക് ഇത് വേണം. പിന്നെ ഒരു തക്കാളി, കുറച്ച് പാല് വേണമെങ്കിൽ മതി കേട്ടോ. പാല് നോക്കട്ടെ, പാലല്ല തൈരാണോ പാലാണോ നിങ്ങളുടെ സ്കിൻ. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ പാലെടുക്കുക, പാലും അല്ലെങ്കിൽ പോലും റോസ് വാട്ടറോ വെള്ളമോ എന്തെങ്കിലും എടുക്കുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ തൈര് എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ എന്തായാലും ഇവിടെ പാലാണ് എടുക്കുന്നത്. പിന്നെ കടലമാവ്, തക്കാളി, പിന്നെ ഈ പരിപ്പ് ഒരു ഓറഞ്ച് കളറിലെ, എന്നാൽ നമ്മുടെ സാമ്പാർ പരിപ്പല്ല, ഓറഞ്ച് കളറിലിരിക്കും. ഞാൻ നോക്കട്ടെ സംഭവം ഒന്ന് കാണിച്ചു തരാൻ നോക്കാം. അപ്പം പിന്നെ പാല്, ഇത്രയും സാധനങ്ങളും കൂടെ വെച്ചിട്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കിയിടാം. അമ്മയുടെ ഫേസിൽ നല്ല ടാന, അമ്മയ്ക്കോട് ഇട്ട് കൊടുക്കാൻ നോക്കാം. അമ്മ ഇടുമോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് അത് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പറയാം, ആരെങ്കിലും ഇത് കണ്ട് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിന് പറ്റാത്തുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത് കേട്ടോ. ഇതിൻ്റെ ജെനുവിനായിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുള്ളൂ, ആരും പറയാമല്ലോ, കൊള്ളാവോ ഇല്ലെന്ന് ഞാൻ പറയാം. ഡാൽ ആഡ് ചെയ്ത്, ഡാലോ പരിപ്പ് എന്തോ ഇനി പറയുന്ന പരിപ്പ് പാല് വേണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ഒഴിച്ച് നോക്കാം. അരഞ്ഞു വരുമ്പം ചിലപ്പോൾ കൂടി പോയാലും. ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എന്നും നൈറ്റിടാം. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഇതിലെ ഐറ്റംസ് ഇപ്പം ഇത് കണ്ട ആരെങ്കിലും ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇൻകേസ് ചെയ്താൽ നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കുക. എന്നുവെച്ചാൽ ഇപ്പം നാച്ചുറലായിട്ടുള്ളത് എനിക്ക് പേടി, അതുകൊണ്ട് പറഞ്ഞു തരാൻ. നാച്ചുറലായിട്ടുള്ളതാണെങ്കിലും എല്ലാവർക്കും പിടിക്കത്തില്ല. ഇപ്പം കോഫി, ചിലർ കോഫിയുടെ പാക്കൊക്കെ പറയത്തില്ല അടിപൊളിയാണോ, പക്ഷെ എനിക്ക് കോഫി പിടിക്കത്തില്ല. എനിക്ക് ഇച്ചിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ടെർമറിക്ക്, എനിക്ക് മഞ്ഞൾ പിടിക്കത്തില്ല. ഫേസ് ഫുള്ള് കുരുക്കൾ വരാറുണ്ട് മഞ്ഞളൊക്കെ തേച്ച്. പണ്ട് പഠിക്കുന്ന കാലത്ത് ഇതായിരുന്നു എനിക്ക് സ്ഥിരം. ഇപ്പം കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷമായിട്ടുള്ളൂ, ഒരു 3 വർഷമായിട്ട് ഞാൻ ഒന്നും ഫേസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം അവിടെയൊക്കെ ആയതുകൊണ്ട് വല്ല വെയിൽ കൊള്ളാത്തതുകൊണ്ടായിരിക്കും ടാനിങ് ഒന്നുമില്ല. ഇവിടെ വന്നപ്പോഴാണ് ടാൻ ആയാലും ഞാൻ ഇത് ഇപ്പം എൻ്റെ കസിൻ്റെ ഒക്കെ എൻഗേജ്മെൻറ്റും അതൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത് ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ കെമിക്കൽ ആണെങ്കിൽ പോലും എല്ലാവർക്കും എല്ലാ സാധനങ്ങളും എന്താ പറഞ്ഞത് യോജിച്ചതായിട്ട് വരത്തില്ല. ഇവൻ ഇവിടെ ആണെങ്കിലും എനിക്ക് ചേരുന്നത് എൻ്റെ ചേച്ചിക്ക് ചേരത്തില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ചേരത്തില്ല, അല്ല അവർക്ക് ചേരുന്നത് എനിക്ക് ചേരത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെച്ച് കുഴപ്പമില്ലെങ്കിൽ മാത്രം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പറയാനുള്ളത്, ഇതിലേതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അല്ല അതിന് പകരം നിങ്ങൾ എന്താ സാധാരണ യൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് നോക്കുക. നമ്മൾ ഇപ്പം ബ്യൂട്ടി വ്ളോഗറായിട്ടുള്ളവരൊക്കെ ആണെങ്കിലും പല കാര്യങ്ങളും പറയുന്നത്, ഈവൻ കെമിക്കൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും എല്ലാവർക്കും എല്ലാം യോജിച്ചായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ഒരു സെറം യൂസ് ചെയ്യണമെങ്കിൽ തന്നെ 7 days. ഞാനിപ്പോൾ ഒരു സെറം ഞാൻ മെയിനായിട്ട് എൻ്റെ ഫേസ് യൂസ് ചെയ്യുന്നത് ഒരു സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് 3 മാത്രം ഞാൻ യൂസ് ചെയ്യുന്നത് ബേസിക് ആയിട്ട്. പിന്നെ ഒരു ലിപ് ബാം ഇടും, ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെറം ആണെങ്കിലും ഞാൻ ഒരു 7 days പീരീഡിൽ ഡെയിലി ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് കുഴപ്പമില്ലെന്ന് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഫേസിലേക്ക് തേച്ചത്. അപ്പോൾ കാരണം എല്ലാവർക്കും അത് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
അങ്ങനെ ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ സാറിന് എല്ലാവർക്കും മറുപടി എല്ലാവർക്കും ഞാൻ കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി എന്നും ചോദിക്കും ഗ്ലോ ആവാനുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനത് പറയാത്തത് എനിക്ക് പേടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് സജസ്റ്റ് ചെയ്യാനും അത് യൂസ് ചെയ്തിട്ട് പിന്നെ അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേസിൽ വല്ല ഗ്ലോ ഒന്നും ഇല്ല ഒന്നാമത്തെ കാര്യമില്ല. ഇപ്പോൾ ഈ ലൈറ്റൊക്കെ അടിക്കുന്നതോട് തോന്നുന്നതായിരിക്കാം. നേരിട്ട് നോക്കുമ്പോൾ എൻ്റെ നോർമൽ, ഞാൻ ഒരു ഡെസ്കി സ്കിൻ ടോണിൽപ്പെട്ട ഒരാളാണ്, നോർമലാണ്. അല്ല എൻ്റെ ഇവിടെയൊക്കെ കുരുക്കളുടെ പാടുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇത് തേച്ചാൽ വെളുക്കും അല്ലെങ്കിൽ ഇതാവും. പിന്നെ ഇതും കൂടെ ഒരു കാര്യം കൂടെ പറയാം, ഇത് തേച്ചാൽ വെളുക്കുമെന്ന് ഞാൻ എവിടെ ആരും പറഞ്ഞത്. നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണ്, ഇപ്പം ഇച്ചിരി ഡാർക്കായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിലും ഇച്ചിരി വെളുത്തവരാണെങ്കിലും ഇരുനിറക്കാരാണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ എന്താണോ, സൺ ടാൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ ടോണ് വരും. അല്ലാതെ ഇത് വെളുക്കാനുള്ള സാധനമല്ല. ഇത് തേച്ചാൽ വെളുക്കത്തുമില്ല. നമ്മുടെ സ്കിന്നിൽ ടാനിങ് വരുമ്പോൾ ഇത് തേച്ച് കഴിയുമ്പോൾ ടാൻ കുറയും എന്നാണ് അവർ പറഞ്ഞത്. ഇത് തേച്ചിട്ടില്ല, തേച്ച് കഴിയുമ്പോൾ എനിക്ക് ഞാൻ പറയും ഇത് വർക്കായോ അല്ലയോ എന്ന്. പിന്നെ എൻ്റെ സ്കിന്നിൽ അത്രത്തോളം ടാനിൻ്റെ വന്നിട്ടില്ല. ഞാൻ അവിടുന്ന് വന്നതിൽ കുറച്ചൊന്ന് മങ്ങിയെന്നല്ലാതെ അത്ര വലിയ ടാനിങ്, ഇതിലും വലിയ ടാനിങ് എനിക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ അമ്മയുടെ ഫേസിൽ നല്ല ടാനിങ് ഉണ്ട്. അപ്പം നോക്കാം. പിന്നെ ഒരു ദിവസം ഒന്നും ചെയ്താൽ ഏതൊരു സ്കിൻ കെയർ ആണെങ്കിലും വർക്കാവത്തില്ല. കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യണം. ചൂടെടുക്കുന്ന ഗൈസ്. അപ്പം നമുക്കിതൊന്ന് അരച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. ഏതൊരു സാധനമാണെങ്കിലും 2 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് കഴിയുമ്പോൾ അത് ഉണങ്ങിയാലും ഉണങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് റൗണ്ട് മോശമുള്ളൊരു മസാജ് കൊടുത്തു തണുത്ത വെള്ളം, തണുത്തെന്ന് പറഞ്ഞാൽ നോർമൽ ടാപ്പ് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഇച്ചിരി തേൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒറിജിനൽ തേനാട്ടോ. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ എനിക്കിഷ്ടമാണ്. ഞാൻ പണ്ടൊക്കെ ഏത് പാക്ക് ഉണ്ടാക്കിയാലും തേൻ ആഡ് ചെയ്യും. അപ്പം ഞാൻ ഫേസ് ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിതൊരു ഒരു കുറച്ച് ലെയറായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ കുളിച്ചതാണ്, എനിക്ക് ഇഷ്ടമല്ലേ സാധനം ഇങ്ങനെ. ഞാൻ സാധനം കുളിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷെ എനിക്ക് ഇനിയും വെച്ച് ഞാൻ കുളിക്കത്തില്ല കേട്ടോ. എനിക്കിനി കുളിക്കാൻ വയ്യ. പക്ഷെ കുളിച്ചാൽ സുഖം കിട്ടും, കാരണം നല്ല ചൂടുണ്ട്. നാട്ടിലുള്ളവരെ, നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ചൂടുണ്ടോ? ഇവിടെ നമ്മൾ മാവേലിക്കര ചെട്ടുളങ്ങല എന്ന് പറയും. സാധാരണ ഈ പിരിയത്തിലൊന്നും പെടരില്ലേ. ഏത് പാക്കാനും പിരിയം കണ്ണിൻ്റെ അടിവശമൊന്നും പെടരുതെന്ന് പറയും. പക്ഷെ ഞാൻ തേച്ച് വരുമ്പോൾ ഇതെല്ലാം പെടും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കണ്ട് ചെയ്യണ്ട കേട്ടോ. ഞാനിങ്ങനെ ഇവിടെയൊക്കെ വീഴുന്നു, ഞാൻ തന്നെ തുടക്കണം. ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാമറയെ നോക്കി ചെയ്യുന്നുണ്ട് എനിക്കൊരു ഇതില്ല. എനിക്ക് കോപ്പിറൈറ്റ് എടുക്കുമോ എന്തോ സീരിയലുകാർ. സീരിയൽ കേൾക്കാമോ എന്തോ എനിക്ക് അറിയില്ല. ഇനി എഡിറ്റ് ചെയ്യാൻ പോകുമ്പോഴേ അറിയത്തുള്ളൂ സീരിയലിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കാമോ. ഇവിടെ ഫുൾ ടൈം സീരിയൽ. രാവിലെ ഇല്ല, ഉച്ചക്കില്ല, വൈകിട്ടില്ല. എനിക്കാണ് ഇതിൻ്റെ ഒന്നും കഥ അറിയത്തില്ല. ഒരു സീരിയലുണ്ട് മൗനരാഗം. എൻ്റെ കല്യാണത്തിന് മുന്നേ തന്നെ അത് പകുതിയായിരുന്നു. ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളത്. എൻ്റെ കല്യാണ സമയത്ത് ആ പെണ്ണ് മിണ്ടിയിട്ടില്ല. ഇപ്പം ആ പെണ്ണ് മിണ്ടിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എന്തായാലും കൊള്ളാം. ഇത്രയും മതി. ബാക്കി നമുക്ക് അമ്മയ്ക്ക് കൊടുക്കും. മാമിയോട് ചോദിച്ചു നോക്കും. മാമിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും അമ്മ ഒന്നും വീഡിയോയിൽ ഇരിക്കത്തില്ല കേട്ടോ ഇങ്ങനെ. അപ്പം ഇനി ഒരു 20 മിനിറ്റ്, അത് ഉണങ്ങിയാലും ഉണങ്ങിയില്ലാലും 20 മിനിറ്റ്, എന്നിട്ട് നോർമൽ ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും സത്യം പറഞ്ഞാൽ ചെയ്തില്ല. ഉള്ള കാര്യം പറഞ്ഞു നിങ്ങളോടൊക്കെ ചെയ്യാൻ നോക്കി. എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് നമ്മൾ സാധനം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവർ ചെയ്തിട്ട് ഇത് എൻ്റെ ഫേസിൽ ഈ ഉണ്ട്. ഡാൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ പണ്ട് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളൂ യൂസ് ചെയ്യാത്ത. ഈ ഡാൽ മാത്രം ഞാൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം. അപ്പം എനിക്ക് അതിൻ്റെ അറിയില്ല. ബാക്കിയൊന്നും അപ്പം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതേ നമ്മൾ ഫേസിൽ ഇതിട്ട് മാറ്റം ഇപ്പോൾ വലിയ വിസിബിളൊന്നും അല്ല. ഉള്ള കാര്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു ചെറിയൊരു വ്യത്യാസം, പറയാൻ വേണ്ടിയുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് 7 ഡേയ്സ്, എനിക്കിവിടെ ചെറിയ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതുള്ളതാണ്. അപ്പം 7 ഡേയ്സ് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ കറക്റ്റ് പറയാം കേട്ടോ.
നമ്മൾ ചെയ്തൊന്നു ജസ്റ്റ് ഞാൻ വാഷ് ചെയ്തോളൂ. ഇനി ഞാൻ മോയ്സ്ചറൈസർ ഇടും, ലിപ് ബാം ഇടും, അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആവും കേട്ടോ. ഇത് കഴിയുമ്പോൾ മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ട്, അല്ലെങ്കിൽ നൈറ്റ് ക്രീമും എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഇടാം കേട്ടോ. ഞാനിപ്പോൾ നൈറ്റിലാണ് യൂസ് ചെയ്തത്. പിന്നെ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇടുമ്പം നൈറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളിതൊക്കെ രാവിലെ അപ്ലൈ ചെയ്ത് പിന്നെ വെയിൽ കൊണ്ട് അതിനേക്കാളും ഏറ്റവും നല്ലത് നൈറ്റ് അപ്ലൈ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പാക്കൊക്കെ ഇപ്പം ഞാൻ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആട്ടോ ഞാൻ ഈ വൈൻഡപ്പ് കൂടെ അങ്ങ് പറയാം. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഈ പാക്ക് ഇടുന്നത് കാണിച്ചു തരാം. അല്ലെങ്കിൽ പിന്നെ പാക്ക് ഇട്ടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മുഖം വല്ലാതായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചില്ല, ഇനി ഫുഡ് കഴിക്കണം, രാത്രിയായിട്ടോ. അപ്പം ഞാൻ വെച്ച് പാക്ക് ഇട്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഉണങ്ങുന്നതിന് മുമ്പ് കഴിക്കണം കേട്ടോ. പാക്ക് ഇട്ട് കഴിയുമ്പോൾ പിന്നെ സംസാരിക്കാനും അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. സംസാരിക്കാനൊന്നും പാടില്ല എന്നാ പറയുന്നത്, ഇങ്ങനെ സ്കിൻ വലി. അപ്പം എന്താ പറഞ്ഞു വന്നേ. അപ്പം ഞാൻ കരുതി വൈൻഡപ്പ് കൂടെ പറയാം. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നാട്ടിൽ തന്നെ കുറച്ച് വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതും വരെ ബൈ.